ഹായ്. അപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ മാസമായി 2024 ഡിസംബർ മാസമായി. അപ്പോൾ ഈ ഡിസംബർ മാസത്തിൽ തിയേറ്റർ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന പ്രധാനപ്പെട്ട റിലീസുകൾ സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. നമുക്ക് ഈ ഡിസംബർ മാസത്തിൽ റിലീസ് ചെയ്യുന്ന ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ആ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണെന്ന് നോക്കാം. ഒന്നാമത്തെ സിനിമ എന്നുള്ളത് നമ്മുടെ അല്ലു അർജുൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് മൂവിയാണ് പുഷ്പ ദ റൂൾ എന്ന് പറഞ്ഞ സിനിമ. പുഷ്പ 2 ആണ്, രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് സൂപ്പർ മെഗാ ഹിറ്റായ സിനിമയാണ്. അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു പാൻ ഇന്ത്യൻ മൂവിയാണ്. ഒരു കിടിലൻ, ഒരു വേൾഡ് വൈഡ് ആയിട്ട് ഒരു വലിയൊരു റിലീസ് തന്നെയാണ് ഡിസംബർ മാസം 5-ാം തീയതി ഒരു സിനിമ എന്നുള്ളത്. പുഷ്പയിൽ നമ്മുടെ അല്ലു അർജുനെ കൂടാതെ നമ്മുടെ ഫാസിലുണ്ട്, രശ്മിക മന്ദാന ഉണ്ട്. അപ്പോൾ ഒരു വലിയൊരു റിലീസാണ് ഡിസംബർ മാസം 5 റിലീസ് ചെയ്യുന്നുള്ളത്. അന്ന് പിന്നെ പുലർച്ചെ 4 മണിക്ക് എന്താ പറയുക ഫാൻ ഷോ ഉണ്ട്, കണ്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മുടെ കോഴിക്കോട് അപ്സര തിയേറ്ററിലാണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ സിനിമ എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ക്രാവൻ ദ ഹണ്ടർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. സിനിമ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷയിൽ അവൈലബിൾ ആണ്. ഒരു ആക്ഷൻ, സയൻസ് ഫിക്ഷൻ, അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡിസംബർ മാസം 13-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്. അടുത്തത് ഒരു തമിഴ് മൂവിയാണ്. ഫാമിലി പദം എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഫാമിലി പദം ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. തമിഴ് ഭാഷയിലാണ് റിലീസ് ചെയ്യുന്നത്, തമിഴ് സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഡിസംബർ മാസം 6-ാം തീയതിയാണ് റിലീസ് ചെയ്യുന്നതാണ്. അടുത്ത സിനിമ ഒരു ഹിന്ദി മൂവിയാണ്. നമ്മുടെ അറ്റ്ലിയുടെ തെറി എന്ന് പറയുന്ന സിനിമ, നമ്മുടെ വിജയുടെ തെറി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിരുന്ന തമിഴ് സിനിമ, അതിൻ്റെ എന്താ പറയുക റീമേക്കാണ്, ഹിന്ദി റീമേക്കാണ്. ബേബി ജോൺ എന്ന് പറയുന്ന സിനിമ. വരുൺ ധവാൻ, കീർത്തി സുരേഷ്, അതുപോലെ തന്നെ വാമിക ഗബി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഡിസംബർ മാസം 25-ാം തീയതിയാണ് ഈ സിനിമ എന്താ പറയുക തിയേറ്റർ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു കന്നഡ മൂവിയാണ്. ഉപേന്ദ്ര പ്രധാന വേഷം കൈകാര്യം ചെയ്ത് അദ്ദേഹം തന്നെ സംവിധാനം ചെയ്ത സിനിമയാണ് UI എന്ന് പറയുന്ന സിനിമ. ഇന്ന് ഈ സിനിമയുടെ ട്രെയിലറൊക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ഡിസംബർ മാസം 20-ാം തീയതി കന്നഡ ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, മലയാളം, ഹിന്ദി ഭാഷകളായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ്. റോബിൻ ഹുഡ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. എന്താ പറയുക, നിതിൻ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ ഡിസംബർ മാസം 20-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ UI എന്ന് പറഞ്ഞ സിനിമ ഡിസംബർ മാസം 20 റോബിൻ ഹുഡ് എന്ന സിനിമ ഡിസംബർ മാസം 20 അടുത്ത ഒരു തമിഴ് സിനിമയാണ്. നമ്മുടെ വെട്രിമാരൻ്റെ വിടുതലൈ എന്ന് പറഞ്ഞ സിനിമയുടെ പാർട്ട് 2 ആണ്. വിജയ് സേതുപതി അതുപോലെ തന്നെ സൂര്യയൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഈ സിനിമയും ഡിസംബർ മാസം 20-ാം തീയതിയാണ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. ഒരു ആനിമേഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന ഇംഗ്ലീഷ് മൂവിയാണ്. മുഫാസ എന്ന് പറഞ്ഞ സിനിമ ഒരു ആനിമേഷൻ മൂവിയാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളായിട്ട് ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. ഡിസംബർ മാസം 20-ാം തീയതിയാണ്. ഹിന്ദിയിൽ ഷാറൂഖ് ഖാനാണ് മുഫാസയ്ക്ക് വേണ്ടി ഡബ് ചെയ്യുന്നതിലാണ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. അതുകൂടാതെ തെലുങ്കിൽ മഹേഷ് ബാബു ഉണ്ട്. ഡിസംബർ മാസം 20-ാം തീയതി മുഫാസ അനിമേഷൻ മൂവി നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. അടുത്ത് മലയാളത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട റിലീസാണ് നമ്മുടെ ഉണ്ണി മുകുന്ദൻ്റെ മാർക്കോ എന്ന് പറഞ്ഞ സിനിമ. മലയാളത്തിലെ ഏറ്റവും വലിയ വയലൻസ് മൂവി എന്നുള്ളതാണ്. ASR ടിക്കറ്റ് മൂവിയാണ്. അനീഫ് അദേനി സംവിധാനം ചെയ്ത സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമ പാൻ ഇന്ത്യൻ മൂവിയായിട്ടാണ് വരുന്നത്. മലയാളം ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ടാണ് റിലീസ് ചെയ്തത്. ഡിസംബർ മാസം 20-ാം തീയതിയാണ് ഈ സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡിസംബർ മാസം 20-ാം തീയതി വേറൊരു സിനിമ കൂടി, ഒരു മലയാളം സിനിമ വരുന്നുണ്ട്. ED എന്ന് പറഞ്ഞ എക്സ്ട്രാ ഡീസൻ്റ് പറഞ്ഞ സിനിമ. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് അതുപോലെ തന്നെ ഗ്രേസ് ആൻ്റണി ഒക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഈ സിനിമയുടെ ട്രെയിലർ ഒന്ന് റിലീസ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അമീർ പള്ളിക്കലാണ് ഈ കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയുടെ സംവിധായകനായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട മലയാളം റിലീസ് ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ ലാലേട്ടൻ്റെ ബാറോസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ബാറോസ് 3D. അപ്പോൾ നിധി കാക്കും ഭൂതം. അപ്പോൾ ഈ സിനിമ ഡിസംബർ മാസം 25-നാണ് റിലീസ് ചെയ്യുന്നത്. ഒരു വലിയ റിലീസ് തന്നെയായിരിക്കും ബറോസ് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ ലാലേട്ടൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നല്ലൊരു സിനിമയായിരിക്കും. 3D ട്രെയിലറൊക്കെ ഇറങ്ങിയ സമയത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. 3D നല്ലൊരു 3D ദൃശ്യ അനുഭവം തന്നെയായിരിക്കും ഈ ഒരു സിനിമ എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഡിസംബർ മാസം 25-ാം തീയതിയാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നത്.
അപ്പോൾ ഇത്രയും സിനിമകളാണ് പ്രധാനപ്പെട്ട സിനിമകളായിട്ടുള്ളത്. ഈ മാസം ഡിസംബർ മാസം തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകളിൽ പ്രധാനപ്പെട്ട സിനിമകളായിട്ടുള്ളത് ഇത്രയും സിനിമകളായിട്ടാണ് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയോ കാണേണ്ടത്. ഇനി അപ്ഡേറ്റുകൾ വരും. ചെറിയ ചെറിയ സിനിമകളൊക്കെ വേറെയും വരാൻ ചാൻസ് ഉണ്ട്. വേറെ സിനിമ വലിയ വലിയ സിനിമകളൊക്കെ വേറെ അപ്ഡേറ്റുകൾ വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ എല്ലാ ആഴ്ചയും പിന്നെ എന്താ പറയുക വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ ഏതൊക്കെയാണെന്നുള്ളത് വ്യാഴാഴ്ചകളിൽ പിന്നെ വീഡിയോ ചെയ്യാറുണ്ട്. ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ഈ 2 ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമാണ് ഞാൻ വീഡിയോ ചെയ്യാറുള്ളത്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ തിയേറ്റർ റിലീസ് ചെയ്യുന്ന സിനിമകൾ എല്ലാ ആഴ്ചയും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ചെയ്യുന്ന കൂട്ടത്തിൽ ചെറിയ സിനിമകളും ഉണ്ടെങ്കിൽ ഞാൻ അതും ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ബെൽ ബട്ടൺ കൂടി ഇനാബിൾ ചെയ്യുക. ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും